പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലെ സ്പെയിൻ ബെൽജിയം മത്സരം 2-1 എന്ന സ്കോറിലാണ് സ്പെയിൻ വിജയിച്ചത്. ഫാബിയൻ റൂയിസും അതുപോലെ തന്നെ മെറീനോയുമായിരുന്നു മത്സരത്തിൽ സ്പെയിനു വേണ്ടി ഗോളുകൾ നേടിയത്. ലമീൻ യമാലായിരുന്നു ഈ ഒരു മത്സരത്തിലെ മാൻ ഓഫ് ദി മാച്ച്. ഇതോടെ സ്പെയിൻ സെമി ഫൈനലിലേക്ക് യോഗ്യത നേടിയിട്ടുണ്ട്. സെമി ഫൈനലിലേക്ക് കടക്കുമ്പോൾ സ്പെയിൻ്റെ എതിരാളികളായിട്ട് വരുന്നത് ശക്തരായിട്ടുള്ള ഫ്രാൻസ് ആണ്. നിലവിൽ മികച്ച ഫോമിലാണ് ഫ്രാൻസ് ഉള്ളത്. ഫ്രാൻസിനെ പരാജയപ്പെടുത്തുക എന്നുള്ളത് സ്പെയിനെ സംബന്ധിച്ച് കഠിനമായിരിക്കും. മത്സരശേഷം യമാൽ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. യമാലിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഞങ്ങളുടെ ഒരേ നിലവാരമുള്ള ടീമിനെതിരെ ഞങ്ങൾ ഇതുവരെ കളിച്ചിട്ടില്ല. ഫ്രാൻസിനെ ഞങ്ങൾക്കൊട്ടും ഭയമില്ല. കഴിഞ്ഞ 2 കളികളിലും ഞങ്ങൾ അവരെ തോൽപ്പിച്ചിട്ടുണ്ട്. അവർക്ക് ആരെങ്കിലും ഭയമുണ്ടെങ്കിൽ അത് ഞങ്ങളെ ആയിരിക്കണമെന്നൊക്കെയാണ് യമാൽ പറയുന്നത്. ഇവിടെ 2 കാര്യങ്ങളാണ് സംഭവിക്കാൻ ചാൻസ് ഉള്ളത്. ഒന്നെങ്കിൽ ഫ്രാൻസ് തുടർച്ചയായി 3ാം വേൾഡ് കപ്പ് ഫൈനലിൽ എത്തും, അതുമല്ലെങ്കിൽ ഞങ്ങൾ അവരെ തുടർച്ചയായി 3ാം തവണയും പരാജയപ്പെടുത്തും. ഞങ്ങൾക്ക് ഫ്രാൻസിനെ ഭയമൊന്നുമില്ല എന്നായിരുന്നു ബെൽജിയത്തിനെതിരെയുള്ള മത്സരത്തിന് ശേഷം യമാൽ പറഞ്ഞത്. അടുത്തൊരു വാർത്ത: അർജന്റീന നാളെ ക്വാർട്ടർ ഫൈനൽ മത്സരത്തിന് ഇറങ്ങുകയാണ്. എന്തായാലും അർജന്റീന ടീമിൽ കാര്യമായിട്ട് മാറ്റങ്ങളൊന്നും തന്നെ ഉണ്ടായേക്കില്ല. ഏതാണ്ട് ഈജിപ്തിനെതിരെയുള്ള മത്സരത്തിലെ അതേ ലൈനപ്പ് തന്നെയായിരിക്കും നാളത്തെ മത്സരത്തിന് മുന്നോടിയായി സ്വിറ്റ്സർലൻഡ് ടീമിന് തിരിച്ചടി നൽകുന്ന ഒരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഈ ഒരു വേൾഡ് കപ്പിൽ സ്വിറ്റ്സർലൻഡ് ടീമിന് വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവെച്ച ഒരു താരമായിരുന്നു ജോഹാൻ മൻസാമ്പി. ഈ ഒരു വേൾഡ് കപ്പിൽ മാത്രം 4 മത്സരങ്ങൾ കളിച്ച താരം 3 ഗോളുകളും 2 അസിസ്റ്റുകളും നേടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ജോഹാൻ മൻസാമ്പി എന്ന ഈ ഒരു താരം നാളെ അർജന്റീനയ്ക്കെതിരായിട്ട് നടക്കാനായിട്ട് പോകുന്ന മത്സരത്തിൽ കളിച്ചേക്കില്ല എന്നാണ് ടീമിന്റെ കോച്ച് തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. ട്രെയിനിങ്ങിനിടയിലായിരുന്നു താരത്തിന് പരിക്കേറ്റിട്ടുണ്ടായിരുന്നത്. താരത്തിന് നാളത്തെ മത്സരത്തിൽ കളിക്കാൻ കഴിയില്ല എന്ന് തന്നെയായിരുന്നു കോച്ച് ഇന്നലെ പറഞ്ഞിരുന്നത്. നാളെ ഇന്ത്യൻ സമയം രാവിലെ 6:30-ക്കാണ് മത്സരം ആരംഭിക്കുന്നത്. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾ അറിയാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.